ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാനിൻ്റെ 11-ാമത്തെ രാവിൽ 11-ാമത്തെ ഒരു ഹദീസ് ഗ്രന്ഥത്തെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഇമാം ത്വയാലിസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുസ്നദ് എന്ന ഹദീസ് ഗ്രന്ഥങ്ങൾക്കൊരു പ്രത്യേകതയുണ്ടെന്ന് മുമ്പൊരിക്കൽ വിശദീകരിച്ചതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തുകളുടെ പേരിൽ അവരവരുടെ പേരുകൾക്ക് താഴെയായി അവരവർ റിവായത്ത് ചെയ്ത ഹദീസുകൾ ഇങ്ങനെ ക്രോഡീകരിച്ചു വെക്കുക എന്ന ഉദ്ദേശത്തിൽ മുഹദ്ദിസുകൾ തയ്യാറാക്കിയ മുസ്നദുകൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ. ഓരോ ഹദീസ് ഗ്രന്ഥങ്ങൾക്കും വ്യത്യസ്ത വൈവിധ്യങ്ങളുണ്ട്. നമ്മൾ അത് പറഞ്ഞു പോകുന്നതാണ്. സ്വഹീഹ്, സുനന്, ജാമിഅ, അതുപോലെ തന്നെ ഈ പറയപ്പെട്ട മുസ്നദ്, ഓരോന്നിനും ഓരോ പ്രത്യേകതകൾ. മുസന്നഫ്, ഈ മുസ്നദിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലെ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹദീസ് നോക്കിയാൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ ഏതെങ്കിലും ഒരു സഹാബിയുടെ ഹദീസുകൾ നോക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ മുസ്നദുകളാണ് അവിടെ അയാൾക്ക് കൂടുതൽ ഉപകാരപ്പെടുക. ഈ തരത്തിലുള്ള ഒരു ഹദീസ് ക്രോഡീകരണത്തിന് തുടക്കം കുറിച്ച ആളാണ് ഇമാം ത്വയാലിസി. ത്വയാലിസി എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ത്വയാലിസി എന്നല്ല. ഇമാം ബുഖാരി എന്ന പേര് ലോകത്ത് പ്രശസ്തമാണ്. ഇമാം ത്വയാലിസി എന്ന പേരിൽ പ്രശസ്തമാണ്. ബുഖാരി എന്നുള്ളത് ബുഖാറ എന്ന സ്ഥലത്തിലേക്ക് ചേർത്ത് പറഞ്ഞതാണ്. എന്നാൽ ത്വയാലിസി എന്നുള്ളത് ഒരു സ്ഥലത്തിൻ്റെ പേരല്ല. ത്വയിലസാൻ അല്ലെങ്കിൽ ത്വയാലിസ് എന്നൊക്കെ പറയുന്നത് വസ്ത്രം നെയ്തെടുക്കുന്നതുമായി വസ്ത്രം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തൊഴിൽ ചെയ്യുന്ന വിഭാഗത്തിൻ്റെ പേരാണ് ത്വയാലിസി എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർ ആ ഒരു തൊഴിലിലേക്ക് ചേർത്തിട്ടാണ് ത്വയാലിസിയു എന്ന നിസ്ബ കടന്നു വന്നത്. പ്രത്യേകിച്ച് തലയിലൊക്കെ ധരിക്കാനും തോളത്തുകൂടി ഇടുന്ന തട്ടങ്ങൾ നെയ്തെടുക്കുന്ന ഒരു വിഭാഗം, അതിനെ മുടഞ്ഞുണ്ടാക്കുന്ന അതല്ലെങ്കിൽ അതിനെ നെയ്തുണ്ടാക്കുന്ന തയ്ച്ചുണ്ടാക്കുന്ന വസ്ത്രവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നൊരു വിഭാഗം, അതാണ് ത്വയാലിസ്. ഇമാം ത്വയാലിസിയുടെ യഥാർത്ഥ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി, സുനനിൻ്റെ അബൂദാവൂദിനെ ആലോചിച്ചാൽ മതി. സുനൻ അബി ദാവൂദ് നമ്മൾ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ പേരെന്താ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സുലൈമാൻ ഇബ്നുൽ അശ്അസ് അസ്സിജിസ്താനി. എന്നാൽ അതേ പേരാണ് ത്വയാലിസിൻ്റെ പേരും. അബൂദാവൂദ് ഇബ്നു സുലൈമാൻ ഇബ്നു ദാവൂദ് ഇബ്നു അൽ ജാറൂദ്, ഇബ്നുൽ ജാറൂദ് ഇബ്നുൽ ഫാരിസി ഇബ്നുൽ അൽ ബസരി അത്വയാലിസി. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരതാണ് അൽ ഇമാം അൽ ഹാഫിൽ അബൂ ദാവൂദ് സുലൈമാൻ ഇബ്നു ദാവൂദ് ഇബ്നുൽ ജാറൂദ് അൽ ഫാരിസി അൽ ബസരി അത്വയാലിസി. ബസറക്കാരനാണെന്ന് ഇന്ന് മനസ്സിലായി. ഇറാഖുകാരനാണ്. ബസറയിൽ ജീവിച്ചു. ബസറയിൽ ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന് അറിവുകൾ നേടി. ഇദ്ദേഹം ജനിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിജറ 133 അഥവാ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും എല്ലാം ജനിക്കുന്നതിൻ്റെ 60 വർഷം മുമ്പേ ഹദീസ് പഠനത്തിലും ഹദീസ് പ്രചരിപ്പിക്കുന്നതിലും അതിനെ ക്രോഡീകരിക്കുന്നതിലും സജീവമായി ഇദ്ദേഹം ലോകത്തുണ്ടായിരുന്നു എന്നാണ്. ഹിജറ 133 ജനിച്ച ഇമാം അബൂ ദാവൂദ് സുലൈമാൻ ഇബ്നു ദാവൂദ് അത്വയാലിസി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ നേരത്തെ പറഞ്ഞതുപോലെ മുസ്നദ് എന്ന് പറയുന്ന കാറ്റഗറിക്ക് തുടക്കം കുറിച്ചവനാണ്. അങ്ങനത്തെ ഒരു ഹദീസ് ഗ്രന്ഥങ്ങളെ വിഭാവനം ചെയ്തെടുക്കുന്നതിൽ ആലോചിച്ച മുൻപന്തിയിലുള്ള ആളാൻ ഇമാം ത്വയാലിസി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബസറയിലെ വിജ്ഞാന സദസ്സുകളിൽ അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. അന്ന് നിലനിന്നിരുന്ന അന്ന് ലോകത്തുണ്ടായിരുന്ന എല്ലാ മുഹദ്ദിസുകളുടെ അരികിലേക്കും ഇദ്ദേഹം കടന്നു പോയിരുന്നു. ഹദീസ് ശേഖരിക്കാനായി കൂഫ, ബസറ, ബഗ്ദാദ്, ഹിജാസ് അഥവാ മക്ക. ഹിജാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ മക്കക്കും മദീനക്കും ചേർത്ത് പറഞ്ഞിരുന്ന പേരാണ് ഹിജാസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഇദ്ദേഹം യാത്ര പോവാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിശക്തമായ അസാമാന്യമായ ഓർമ്മശക്തിക്ക് ഉടമയായിരുന്നു ത്വയാലിസി എന്നാൻ. ഭയങ്കര ഓർമ്മശക്തിയുള്ള ആളാണ്. ഒന്നും എഴുതി വെക്കൂല. കിതാബിൽ നിന്ന് ഹദീസുകളൊന്നും കിതാബ് നോക്കി വായിക്കേണ്ട അവസ്ഥയല്ല, ഒക്കെ മനഃപ്പാടമായി അത് ഉദ്ധരിക്കാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൻ. ഇദ്ദേഹത്തിൻ്റെ പ്രമുഖ ഗുരുനാഥന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഹദീസ് വായിച്ചു പോകുമ്പോൾ കേട്ട് പരിചയമുള്ളൊരു വാക്കാണ് ശുഅബത്ത് ബിൻ ഹജ്ജാജ്. ഇമാം ത്വയാലിസിയുടെ പ്രധാന ഗുരുവാൻ. ഇദ്ദേഹത്തിൽ നിന്ന് മാത്രമായി ധാരാളം ഹദീസുകൾ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, റിവായത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇമാം ത്വയാലിസിയെ സംബന്ധിച്ച് പറഞ്ഞു വരുന്നത്. ശുഅബത്ത് ബിൻ ഹജ്ജാജക്കാരൻ ലോകമറിഞ്ഞ മഹാമുഹദ്ദിസാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ ശിഷ്യനാവാൻ ഇയാൾക്ക് പറ്റും. സുഫിയാൻ സൗരി, ഇവരൊക്കെ അറിയപ്പെട്ട താബിഈകളാണ്.
സുഫിയാൻ സൗരി, ഹമ്മാദ് ബിൻ സലമ, ഇബ്നു അബി ദിഅബ്, മദീനയിലെ ഒക്കെ ഫുഖഹാക്കളിൽപ്പെട്ട മുഹദ്ദിസുകളിൽപ്പെട്ട ആളാണ്. ഇവരിൽ നിന്നെല്ലാം ഹദീസുകൾ റിവായത്ത് ചെയ്ത ആളാണ് ഇമാം ത്വയാലിസി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ത്വയാലിസിയുടെ ശിഷ്യന്മാരാരാന്ന് അറിയണ്ടേ? ഇദ്ദേഹത്തിൽ നിന്ന് അറിവ് നുകർന്ന ആളുകൾ അഹ്മദ് ബിൻ ഹംബൽ, അലി ബിൻ അൽ മദീനി, ഖുതൈബത്ത് ബിൻ സഈദ്, അബൂബക്കർ ബിൻ അബി ഷൈബ. ഇവർക്കൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. നമ്മൾ അഹമ്മദ് ബിൻ ഹംബലിൻ്റെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ഇബ്നു അബി ഷൈബൻ്റെ ഒക്കെ ഗ്രന്ഥങ്ങളെ നമ്മൾ വിശദീകരിക്കാൻ പോവുകയാണ്. അവിടെ കാണാം ഇവരുടെയൊക്കെ മഹത്വം എന്താണ്. അപ്പം ഈ പ്രധാനപ്പെട്ട മുഹദ്ദിസുകളുടെയൊക്കെ ഗുരുനാഥനായിരുന്നു ഇമാം ത്വയാലിസി റഹ്മത്തുള്ളാഹി അലൈഹി. ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കുന്ന പണ്ഡിതന്മാർക്ക് നൽകപ്പെടുന്ന അൽ ഹാഫിള് എന്ന കീർത്തി ഇദ്ദേഹത്തിന് എല്ലാ പണ്ഡിതന്മാരും നൽകിയിട്ടുണ്ട്. അൽ ഇമാം എന്ന കീർത്തി നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഹദീസ് വിജ്ഞാനത്തിൻ്റെ ഒരു ജബലാണ്, പർവ്വതമാണ് ഇമാം ത്വയാലിസി എന്നാണ്. അത്രമാത്രം ഹദീസ് പാണ്ഡിത്യമുള്ള ആളാണെന്ന്. 40,000-ഓളം വരുന്ന ഹദീസുകൾ വരെ ഇദ്ദേഹം കിതാബ് നോക്കാതെ സനദടക്കം പറഞ്ഞു നൽകാറുണ്ടായിരുന്നു. അതിനെ അദ്ദേഹം ഉദ്ധരിക്കാറുണ്ടായിരുന്നു എന്നാണ്. കിതാബ് നോക്കേണ്ട ആവശ്യമില്ല. പിന്നീട് പിൽക്കാലത്ത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഒക്കെ വന്നപ്പോൾ അവർ ഹദീസ് ശേഖരിക്കുന്നതിലും ഹദീസ് പഠനത്തിലുമൊക്കെ ഇമാം ത്വയാലിസിയുടെ ഹദീസ് ക്രോഡീകരണങ്ങളെ ഒരുപാട് ഉപയോഗപ്പെടുത്തി എന്നാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഹിജറ 204 ഒരു ദുൽഹിജ്ജ മാസത്തിൽ ബസറയിൽ ജനിച്ച് ബസറയിൽ തന്നെ ഇമാം ത്വയാലിസി റഹ്മത്തുള്ളാഹി അലൈഹി മരണമടയുകയാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഇമാം ത്വയാലിസിയുടെ ഗ്രന്ഥമായ മുസ്നദിനെ പറ്റി പറയാം. മുസ്നദിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, സ്വഹാബിമാരുടെ പേരിലാണ് ആ മുസ്നദുകളിലെ ഹദീസുകൾ ശേഖരിക്കപ്പെട്ടിട്ടുള്ളത്, ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഒരു തെർത്തീബാണ്, ഒരു സുനനിൻ്റെ തെർത്തീബല്ല. ഇപ്പോൾ സ്വഹീഹ് ബുഖാരി ആണെങ്കിലും സ്വഹീഹ് മുസ്ലിം ആണെങ്കിലും ഒക്കെ അതിനോരോ ബാബുകളും, കിതാബുൽ സലാ അല്ലെങ്കിൽ കിതാബുൽ ആദാബ് എന്നൊക്കെ പറയുന്നത് പോലെ ബാബുകൾ ഉണ്ടാകും. ഇപ്പോൾ സുനനിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഫിഖഹിനനുസരിച്ചുള്ള ക്രോഡീകരണമാണ്, ഒരു വിഷയാധിഷ്ഠിതമായിട്ടുള്ള ഒരു ക്രോഡീകരണങ്ങളാണ്. ഹദീസുകളെ മുഴുവൻ ശേഖരിച്ചു വെച്ചിട്ടുള്ളതാണ്. ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹദീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മുസ്നദ് തപ്പിയിട്ട് കാര്യമില്ല. നേരെ മറിച്ച് ഒരു സ്വഹാബിയുടെ ഹദീസുകൾ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണെങ്കിൽ നേരെ പോവുക, മുസ്നദുകൾ എടുക്കുക. എന്നാൽ ഇമാം ഷാഫിയുടെ മുസ്നദ് ഈ ശ്രേണിയിൽ പെടൂല എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയും ചെയ്തു. ബാക്കിയുള്ള മുസ്നദുകൾക്കൊക്കെ ഈ ഒരു യൂണിഫോമിറ്റിയും ഈ ഒരു പ്രത്യേകതയും കാണാം. ഇമാം ത്വയാലിസി അദ്ദേഹം സ്വഹാബിമാരെ ക്രോഡീകരിച്ചപ്പോൾ സ്വഹാബിമാരെ തിരഞ്ഞെടുത്തൊരു രീതിയുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു രാവിലെ ഹദീസുകൾ വായിക്കുമ്പോൾ തിരഞ്ഞെടുത്തൊരു രീതിയില്ലേ, ആദ്യം ഖുലഫാ റാഷിദുകൾ എടുത്തു, അത് കഴിഞ്ഞിട്ട് അബാദിലകൾ, പ്രായം കുറഞ്ഞ മഹാ അറിവുണ്ടായിരുന്ന അബ്ദുള്ളമാരുടെ സ്വഹാബിമാരുടെ മക്കളായ സ്വഹാബിമാരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത അബൂ ഹുറൈറയെ സംബന്ധിച്ച് പറഞ്ഞു അല്ലേ. പിന്നെ ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്തത് അബ്ദുല്ലാഹ് ഇബ്നു ഉമറാൻ. പക്ഷേ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ നമ്മൾ നേരത്തെ അബാദിലകളിൽ എണ്ണിയതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തുദ്ധരിച്ചത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. ധാരാളം ഹദീസുകളുള്ള ആളാണ് അനസ് ബിൻ മാലിക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത ആളാരാന്നറിയോ? അത് ആയിഷ ബീവിയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസാണ് ഇമാം ത്വയാലിസിയുടെ മുസ്നദിൽ നിന്ന് നമ്മളിന്ന് വിശദീകരിക്കുന്നത്. മുസ്നദ് എന്ന ഈ ത്വയാലിസിയുടെ ഈ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മുസ്നദ് ഒരിക്കലും ഇമാം ത്വയാലിസി അവിടുത്തെ കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയ ഗ്രന്ഥമല്ല. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഇദ്ദേഹം ശേഖരിച്ചു വന്ന ഹദീസുകളെ ക്രോഡീകരിച്ചൊരു ഗ്രന്ഥമാക്കിയത്. പ്രത്യേകിച്ച് ഈ യൂനുസ് ഇബ്നു ഹബീബ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽ ഏറെ പ്രധാനി അദ്ദേഹമായിരുന്നു. മുസ്നദ് അബി ദാവൂദ് അത്തയാലിസി എന്ന പേരിൽ അദ്ദേഹമാണ് ലോകത്തിനൊരു ഗ്രന്ഥത്തെ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമാണ്, അഥവാ ഇമാം ത്വയാലിസിയുടെ തന്നെ മറ്റു വിദ്യാർത്ഥികളുമാണ് ഇതിന് ലോകത്തിനെ സമർപ്പിച്ചത്. ഇമാം ബുഖാരിക്കും ഇമാം മുസ്ലിമിന് പോലും ഉപകാരപ്പെട്ട ഒരു ഗ്രന്ഥത്തെ ഇവർ അങ്ങനെ തയ്യാറാക്കി എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ മാറ്റം മനസ്സിലാവുന്നത്. എത്ര ഹദീസുകൾ ഉണ്ടാവും ഈ ഗ്രന്ഥത്തിൽ? 2767 ഹദീസുകൾ ഇമാം ത്വയാലിസിയുടെ മുസ്നദിലുണ്ട് എന്നാണ്. 2767. ഇതിൽ മർഫൂആയ ഹദീസുകളുണ്ട്, മൗഖൂഫായ ഹദീസുകളും കാണാം. എന്നാൽ എത്ര ഇപ്പോൾ സ്വഹാബികളുടെ പേരിലാണ് ഇതിനെ ക്രോഡീകരിച്ച് പറയുമ്പോൾ ഏകദേശം എത്ര സ്വഹാബികൾ ഉണ്ടാവും എന്നുള്ളതൊരു ചോദ്യമാണ്. 281ഓളം സ്വഹാബികൾ ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഒരു ആൾ സ്വഹാബി ആവണമെന്നുണ്ടെങ്കിൽ ഹദീസ് റിവായത്ത് ചെയ്യണം എന്നുള്ള നിബന്ധന ഒന്നുമില്ല. ഒരു ഹദീസിങ്കൽ നബിയിൽ നിന്ന് ധരിച്ചാലേ സ്വഹാബി ആവുള്ളൂ എന്നില്ല. എന്നുവെച്ചാൽ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ ചില മുഹദ്ദിത്തുകളെ കാണാം. നബിയെ മുസ്ലിമായി കാണുകയും മുസ്ലിമായി മരിക്കുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വഹാബിയാണ്. പക്ഷെ അയാൾ ഒരു ഹദീസ് റിവായത്ത് ചെയ്ത ഹദീസുകൾ റിവായത്ത് ചെയ്ത സ്വഹാബികളുടെ എണ്ണം മറ്റു സ്വഹാബികളുടെ എണ്ണത്തെ അപേക്ഷിച്ച് എന്താണ് ആപേക്ഷികമായി കുറവാണ്. വളരെ കുറച്ച് സ്വഹാബികൾ ഉണ്ടാവുള്ളൂ.
അതുകൊണ്ടാണ് സ്വഹാബിമാരെ സംബന്ധിച്ച് ധാരാളം നമ്മൾ കേൾക്കുമ്പോൾ അല്ലെ അധികവും ധാരാളം ഹദീസ് റിവായത്ത് സ്വഹാബികളുടെ പേരുകളായിരിക്കും അധികവും നമുക്ക് ഫെമിലിയർ ആവുക. ഈ ഖുലഫാ റാഷിദുകളെ പോലെ, അബൂ ഹുറൈറയെ പോലെ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇങ്ങനെ അല്ലെ അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളൊക്കെ പോലെ ഈ മുസ്നദിലും ആ രീതിയാണ്. ഖുലഫാ റാഷിദുകളുടെ പേര് ആദ്യം പറഞ്ഞു, പിന്നെ അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളുടെ ഹദീസുകളെ ഉൾക്കൊള്ളിച്ച് അതിന്റെ ആദ്യ ഘടനയിൽ ഇങ്ങനെ കാണാം. പിന്നെ ബദറിൽ പങ്കെടുത്ത സ്വഹാബികളുടെ രീതിയിൽ അതിനെങ്ങനെ ക്രോഡീകരിച്ചു. കാരണം നബി കൊടുത്തിരുന്ന ചില ആദരവാണ് ചില സ്വഹാബികൾക്ക്. ആദ്യം ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബികളെ നബി വല്ലാതെ പരിഗണിച്ചിരുന്നു. വസ്സാബിഖൂൻ അൽ അവ്വലൂൻ, അല്ലെ ഖുർആനിൽ തന്നെ അള്ളാഹ് എടുത്തു പറഞ്ഞതാണ് ആദ്യം ഇസ്ലാം മതം. കാരണം എല്ലാവരും അവിശ്വസിച്ച് നിന്ന കാലഘട്ടത്തിൽ നബിയെ വിശ്വസിക്കുകയും നബിക്ക് സഹായം നൽകുകയും ചെയ്ത ആ ഒരു കാര്യത്തിൽ പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപകാര സ്മരണയുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും മയ്യത്ത് മറമാടുമ്പോൾ പോലും നബി ഇങ്ങനെ ഖുർആൻ പഠിച്ചവർ, ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചവർ, അല്ലെങ്കിൽ ബദറിൽ പങ്കെടുത്തവർ, യുദ്ധത്തിൽ പോയ ഇന്ന യുദ്ധത്തിൽ പങ്കെടുത്തവർ എന്നുള്ള നിലക്ക് മുൻഗണനകൾ റസൂലുള്ളാഹി നൽകാറുണ്ടായിരുന്നു. ഈ ഗ്രന്ഥത്തിലും പണ്ഡിതന്മാർ ആ ഒരു മുൻഗണന സ്വഹാബികൾക്ക് വെച്ച് നൽകിയത് കാണാൻ കഴിയും. അശറത്തുൽ മുബശ്ശിരീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഖുലഫാ റാഷിദുകൾക്ക് ശേഷം അശറത്തുൽ മുബശ്ശിരീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞു ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾ. ഈ രീതിയിലാണ് ഇമാം ത്വയാലിസിയും ഈ മുസ്നദിനെ ക്രോഡീകരിച്ച് വെച്ചു എന്നുള്ളത് പറഞ്ഞത്. ഏതായാലും അവിടെ നിൽക്കട്ടെ. ഒരു പ്രത്യേക വിഷയാടിസ്ഥാനത്തിലല്ല, നേരിട്ട് വ്യക്തിഗതാടിസ്ഥാനത്തിലാണ് ഗ്രന്ഥങ്ങളിൽ ഹദീസുകളെ ക്രോഡീകരിച്ചു പോന്നിട്ടുള്ളത് എന്നാണ്. അഹ്ലുൽ ബൈത്തിലുള്ള ആൾക്കാരെ മാത്രം ഒരു ഏരിയയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ, അഹ്ലുൽ ബൈത്ത് നബിയുടെ കുടുംബത്തിൽപ്പെട്ട സ്വഹാബികളെ മാത്രം. അതുകൊണ്ട് തന്നെ ഇതിലെ ഹദീസുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരമ്പര വലിയ ദൂരമുള്ള പരമ്പര ഒന്നുമില്ല. ആലി എന്ന് പറഞ്ഞാൽ അല, ഉന്നതമായ ശ്രേണിയിലുള്ള പരമ്പര എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. സഹാബി, താബിഈ, താബിഈ, പിന്നെ നേരെ അതിൻ്റെ മുസന്നഫ്, ആ രീതിയിലേക്ക് എത്തുന്ന രീതിയാണ് ഇതിലെ ഒരു ശൈലി എന്ന് പറയുന്നത്. ഏതായാലും ഈ മുസ്നദിൽ ഇമാം നേരത്തെ പറഞ്ഞ ശുഅബത്ത് ഇബ്നു ഹജ്ജാജിൽ നിന്ന് മാത്രമായി, ത്വയാലിസി അദ്ദേഹത്തിൻ്റെ ഉസ്താദായ ഗുരുനാഥനായ ലോകമറിയുന്ന മഹാമുഹദ്ദിസായ ശുഅബയിൽ നിന്ന് മാത്രമായി 7000-ഓളം ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്, മനഃപ്പാടമാക്കിയിട്ടുണ്ട് എന്നെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് ഭയങ്കര ഓർമ്മശക്തിയുള്ള ആളാണ്. 40,000 ഹദീസുകളൊക്കെയാണ് കിതാബില്ലാതെ ഇദ്ദേഹം എന്ത് ചെയ്യാറുണ്ടായിരുന്നത്, അദ്ദേഹം ആളുകളെ കേൾപ്പിക്കുകയും അതിനെ പുസ്തകങ്ങളൊന്നുമില്ലാതെ ഉദ്ധരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നുവെന്നാണ്. അതുകൊണ്ട് തന്നെ നല്ല മനഃപ്പാടശേഷിയെ അദ്ദേഹം പലപ്പോഴും ആശ്രയിക്കും. ഒന്നും എഴുതി വെക്കൂല, എഴുതി വെക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാണ്. കാരണം അത് മുഴുവൻ തൻ്റെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് ആ ഒരു മനഃപ്പാട ശക്തി അദ്ദേഹം ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ യൂനുസ് ഇബ്നു ഹബീബിനെ പോലുള്ള പണ്ഡിതന്മാരെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞു പോയത്. ഏതായാലും ഈ ഗ്രന്ഥത്തെ അവർ വല്ലാതെ മികച്ച ഒരു ഗ്രന്ഥമാക്കി മാറ്റി എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. മുസ്നദ് എന്ന ശേഖരത്തിന് തുടക്കം കുറിച്ച ആളായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഹദീസുകൾ പിന്നീട് പിൽക്കാലത്ത് കടന്നു വരാൻ അദ്ദേഹം അതിൻ്റെ ഒരു മിഫ്താഹുൽ ഖൈറായി നിലകൊണ്ടു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി വേഗം ഇമാം ത്വയാലിസിയുടെ മുസ്നദിൽ നിന്നൊരു ഹദീസിനെ വായിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ രാവിലെ ഈ വിശദീകരണം അവസാനിപ്പിക്കുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവിയുടെ ഹദീസാണ് നമ്മൾ കേൾക്കുന്നത്. എന്നിട്ട് ആയിഷ ബീവിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസ് ഖാല ഹദ്ദസനാ അബൂ ദാവൂദ്. ഈ അബൂ ദാവൂദ് എന്ന് പറഞ്ഞത് ആരാണ്? ത്വയാലിസിയൻ. ഇത് രേഖപ്പെടുത്തി വെച്ചത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. ശിഷ്യന്മാർ പറയാണ് ഞങ്ങൾക്ക് അബൂ ദാവൂദ് പറഞ്ഞു. അബൂ ദാവൂദ് സുലൈമാൻ ഇബ്നു ദാവൂദ് ഇബ്നു ജാറൂദ് അല്ലെ അൽ ബസരി ത്വയാലിസി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഖാല ഹദ്ദസനാ ശുഅബ, നമ്മൾ പറഞ്ഞ ശുഅബയിൽ നിന്ന് 7000 ഹദീസുകൾ മനഃപ്പാടാക്കിയ ആളാണ് ശുഅബത്ത് ഇബ്നു ഹജ്ജാജ്. അൻ ഖത്താദത്ത് ഇബ്നു ദിആമ സുദൂസി, അൻ സുറാറത്ത് ഇബ്നു ഔഫ, وعن سعد بن هشام عن عائشة رضي الله عنها قالت, عائشة رضي الله عنها പറയുന്നത് أنها سألها عن خلق رسول الله صلى الله عليه وسلم أنه سألها, അതായത് നേരത്തെ പറഞ്ഞ സഅദ് ബിൻ ഹിഷാം എന്ന് പറഞ്ഞ താബിഇയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല, പക്ഷേ ആയിഷ ബീവിൻ്റെ അടുത്ത് വരാറുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാറുണ്ടായിരുന്നു. ആയിഷ ബീവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലുഖിനെ സംബന്ധിച്ച്, സ്വഭാവത്തെ സംബന്ധിച്ച് അവർ ചോദിച്ചു. സഅലഹ അൻ ഖുലുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത്, അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു അലസ്ത തഖറഉൽ ഖുർആൻ, നീ ഖുർആൻ ഓതാറില്ലേ, ഖുർആൻ പാരായണം ചെയ്യാറില്ലേ? ഖാല ബല, അദ്ദേഹം പറഞ്ഞതോ സഅദ് ഇബ്നു ഹിഷാം റഹിമഹുല്ലാഹ് പറയാണ് ബല, അതെ ഞാൻ ഓതാറുണ്ട്. ഖാലത്ത്, അപ്പോൾ ആയിഷ ബീവി പറയാണ്
فإن خلق النبي صلى الله عليه وسلم كان القرآن. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറയുന്നത് അത് ഖുർആനായിരുന്നു എന്നാണ്. വേറെ ചില റിവായത്തുകളിലൊക്കെ ഈ ഹദീസ് നമ്മൾ കേട്ട് പരിചയിച്ചവരാണ്. പല ഗ്രന്ഥങ്ങളിലും ഈ ഹദീസ് പല മുഹദ്ദിസുകളും ഉദ്ധരിച്ചതുമാണ്. കാന ഖുലുഖുൽ ഖുർആൻ, നബിയുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്ന് പറയുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമയെയാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇവിടെ ഉദ്ധരിക്കുന്നത്. ആരാണ് ആയിഷ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി, അല്ലേ? ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ ഏറെ പോരിശയും മഹത്വവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പരിശുദ്ധി നൽകിയ സൂറത്തുൻ നൂറിൽ അവരുടെ പരിശുദ്ധിയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ ആയത്തുകളൊക്കെ ആയിഷ ബീവിക്കുള്ള മഹത്വമാണ്, മദ്ഹാണ്, പ്രത്യേകതയാണ്. ആയിഷ ബീവിയെ വിശ്വാസി ലോകമെന്നും സ്നേഹിക്കേണ്ടവരാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അവരോടുള്ള സ്നേഹം നിലനിർത്തി പോരുക എന്നുള്ളത്. ആയിഷ ബീവിയെ സംബന്ധിച്ച് പറയുന്നത് നമുക്കറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര തന്നെ നമുക്കറിയാം. അത് ചെന്നെത്തുന്നത് ഇപ്പോൾ ഉസ്മാൻ ഇബ്നു ആമിർ ഇബ്നു കഅബ് ഇബ്നു സഅദ്, തൈം, മുറ, കഅബ്, ലുഅയ്, അതുപോലെ തന്നെ ഫിഹർ, മാലിക്, കിനാന എന്നിവയിലൂടെ നീളുന്നതാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര. ആ പരമ്പരക്കൊക്കെ പാത്രവുമാണ്. ഖുറൈശികളിൽ ഏറ്റവും നല്ല പരമ്പരയുള്ളവളുമാണ് നമ്മുടെ ഉമ്മ ആയിഷ ബീവി എന്ന് പറയാൻ ഈ പരമ്പര വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇനി ഈ ആയിഷ ബീവിൻ്റെ ഉമ്മാൻ്റെ പേര് ഉമ്മുറുമ്മാൻ എന്ന പേരിലാണ് ആയിഷ ബീവിൻ്റെ ഉമ്മ അറിയപ്പെട്ടത്. ഉമ്മുറുമ്മാൻ ബിൻത്ത് ആമിർ. ഈ ഉമ്മാൻ്റെ പരമ്പര നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഉവൈമിർ, അബ്ദുഷംസ്, ഉതാബ്, ഉതൈന, സുഐബ്, അതുപോലെ തന്നെ വഹ്ബാൻ, ഹാരിസ്, ഗനം, മാലിക്, കിനാന, ഇവരൊക്കെ കിനാന ഗോത്രം എന്ന് പറയുമ്പോൾ അന്നത്തെ അറിയപ്പെട്ട വാപ്പ ഉമ്മ ഒക്കെ ആ ഒരു ഖുറൈശി പരമ്പരയിലേക്കാണ് അവരുടെ പാരമ്പര്യം ചെന്നെത്തുന്നത് എന്ന് അവരുടെ പേര് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള കുടുംബ ബന്ധാണ് ഇതിൽ നിന്ന് മനസ്സിലാണ്. പിതാവ് വഴി ഒരു 7ാം തലമുറയിലേക്ക്, നേരത്തെ പറഞ്ഞ മുറ ഇബ്നു കഅബിലേക്ക് എത്തും. ഇനി ഉമ്മ വഴി നോക്കുകയാണെങ്കിൽ 11ാമത്തോ 12ാമത്തോ തലമുറയിലും അവരുടെ പരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സന്ധിക്കുന്നതായി കാണാൻ കഴിയും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായി, അല്ലേ? ഹിജ്റയ്ക്ക് ശേഷം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ശവ്വാൽ മാസത്തിൽ ആയിഷ ബീവിയെ വിവാഹം കഴിച്ചതെന്നാണ്. അന്ന് അവർക്ക് 6 വയസ്സായിരുന്നു. ഹിജ്റ 2ാം വർഷം ശവ്വാൽ മാസത്തിൽ അവർക്ക് 9 വയസ്സുള്ളപ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വീട് കൂടിയത് എന്ന് അവർ പറയുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുണ്ട്. നബി എന്നെ വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് 6 വയസ്സും നബിയോടൊപ്പം വീട് കൂടുമ്പോൾ എനിക്ക് 9 വയസ്സും ഉണ്ടായിരുന്നു എന്നവർ പറഞ്ഞത് ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത മുത്തഫഖുൻ അലൈഹി ആയ ഒരു ഹദീസിൽ കാണാൻ കഴിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ഏക കന്യക ആയിഷ ബീവിയായിരുന്നു നമുക്കറിയാം. നബിയുടെ സ്വകാര്യ ജീവിതത്തിലെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതത്തിലെയും ഒരുപാട് അറിവുകളെ ലോകത്തിന് സമ്മാനിച്ചവരാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. ആ ഒരു കാര്യം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ഒരു വിവാഹത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം നൽകിയതും. ഏതായാലും വിശ്വാസികളുടെ മാതാവാൻ, ഒരുപാട് നിരവധി മഹത്വങ്ങൾക്ക് അർഹയാൻ. സ്വഹാബി വനിതകളിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള പണ്ഡിതയായിരുന്നു ആയിഷ ബീവി എന്നാണ്. ആയിഷ ബീവിയുടെ പരിശുദ്ധിയെ തെളിയിച്ചുകൊണ്ടാണ് സൂറത്തുൻ നൂറിലെ ആയത്ത് അവതീർണമായത് എന്ന് നമ്മൾ വിശദീകരിച്ചു. പലരും അവരെ കുറ്റം പറഞ്ഞു നടന്നപ്പോഴും അവാന ലോകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ വിശുദ്ധിയെ സംബന്ധിച്ചുള്ള ആയത്തുകൾ ഇറക്കി എന്നുള്ളത് അവർക്കുള്ള മഹത്വമാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ അരികിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചോദിക്കുക, നബിയെ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ആരെയാണ്? അദ്ദേഹം പറഞ്ഞു, ആയിഷ. ജനങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷയാണ്. നബിയുടെ ഇഷ്ടം കിട്ടിയ ആളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നബിക്ക് ഏറ്റവും ഇഷ്ടം. അത് കേട്ടപ്പോൾ വീണ്ടും ചോദിച്ചു, മിന റിജാൽ, ആണുങ്ങളെ കൂട്ടത്തിൽ ആരെയാണ്? അബൂഹ, അവരുടെ പിതാവിനെയാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തരിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചത് ആയിഷ ബീവിയുടെ കഴുത്തിനും അതുപോലെ തന്നെ താടിയെല്ലിനും നെഞ്ചിൻ്റെയും ഇടയിൽ കിടന്നിട്ടാണ് എന്ന് എന്ത് ചെയ്യാറുണ്ട്, അവർ ചില സമയത്ത് പറയാറുണ്ട്. എൻ്റെ നെഞ്ചത്ത് കിടന്നിട്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത്. അവിടുത്തെ മരണരംഗത്ത് പോലും എൻ്റെ വായിൽ ഉമിനീരാണ്
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിലേക്ക് അവസാനമായി ചെന്നെത്തിയത് എന്ന് പറഞ്ഞു. കാരണം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അരികത്ത് നിന്ന് ഈ അറാക്ക് കൊണ്ട് പല്ല് തേക്കുന്നത് കണ്ടപ്പോൾ മിസ്വാക്കിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണിട്ട് കാണിച്ചപ്പോൾ അത് ഞാൻ വാങ്ങുകയും എൻ്റെ പല്ല് കൊണ്ട് ഞാൻ അതിനെ കടിച്ച് ശരിയാക്കുകയും തിരുനബിയുടെ വായിലേക്ക് ഞാൻ അത് വെച്ചു കൊടുക്കുകയും ചെയ്തുവെന്ന് ചില സമയങ്ങളിൽ വികാരാതീതമായി അവർ നിറഞ്ഞ കണ്ണുകളുമായി പറയാറുണ്ടായിരുന്നുവെന്നാണ് ചില സഹാബികൾ റിവായത്ത് ചെയ്യുന്നത്. നബിയോടുള്ള ഇഷ്ടമാണ്. ഈ ഉമ്മത്തിൽ, സ്ത്രീ സമൂഹത്തിൽ ഇതുപോലെ അറിവുള്ള ഒരു കർമ്മശാസ്ത്ര പണ്ഡിത കടന്നുപോയിട്ടില്ല എന്നാണ് ലോകത്ത് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നത്. ഇത് ഫിഖ്ഹിൽ മാത്രമല്ല, കവിതയിൽ പോലും ആയിഷ ബീവിയുടെ പ്രാവീണ്യം, പാണ്ഡിത്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നന്നായി കവിത അറിയുന്ന ഒരു കവയത്രി കൂടിയായിരുന്നു ആയിഷ ബീവി. ഞാൻ വൈദ്യശാസ്ത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിബ്ബിൽ, വൈദ്യം അഥവാ ചികിത്സാ രീതികളെ സംബന്ധിച്ചൊക്കെ നല്ല അറിവുള്ള ആളും ആയിരുന്നു ആയിഷ ബീവി എന്നാൻ ഒരിക്കൽ ഉർവ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആയിഷയേക്കാൾ കവിതയിൽ അറിവുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാൻ അല്ലെ. ആയിഷ ബീവിനേക്കാളും കവിതയിൽ അറിവുള്ള ആളിന് കവിതയോടുണ്ടായിരുന്ന താല്പര്യവും അറബി ഭാഷയിലെ അവരുടെ പ്രാവീണ്യവുമാണ് ഇത് വിളിച്ചോതുന്നത്. അബു ഉമർ ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു അബ്ദുൽ ബറിനെ നമുക്കറിയാം, തംഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ്. അദ്ദേഹം പറയുന്നത് തൻ്റെ കാലഘട്ടത്തിൽ 3 ശാഖകളിൽ, ആയിഷ ബീവിൻ്റെ കാലഘട്ടത്തിൽ 3 തരം അറിവുകളിൽ അവരായിരുന്നു മികച്ചത്. ഒന്ന് ഫിഖ്ഹിൽ, കർമ്മശാസ്ത്രത്തിൽ; 2 തിബ്ബ്, നേരത്തെ പറഞ്ഞ വൈദ്യം ശാസ്ത്രത്തിൽ; അതുപോലെ തന്നെ ഷിഅർ, കവിതയുടെ കാര്യത്തിൽ അവർക്ക് തുല്യമായി ആരും ഉണ്ടായിരുന്നില്ല എന്നാണ്. ഏതായാലും ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി ആയിഷ ബീവിയുടെ മഹത്വം പറയുമ്പോൾ, ആയിഷ ബീവിയുടെ പേരുകളൊക്കെ വിശദീകരിക്കുമ്പോൾ 4 പേരുകൾ ആയിഷ ബീവിക്ക് പ്രത്യേകം എടുത്തു കൊടുത്തേക്കാണ്. ഒന്ന് സിദ്ദീഖ ബിൻത് സിദ്ദീഖ, സത്യസന്ധനായ അബൂബക്കർ സിദ്ദീഖിൻ്റെ സത്യസന്ധയായ മകൾ എന്ന ഒരു വിശേഷണം. ഉമ്മുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ ഉമ്മ എന്ന ഒരു വിശേഷണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചാർത്തി കൊടുത്ത നാമമാണ്. പിന്നെ അഫ്ഖഹു നിസാഇൽ ആലമീൻ, ലോകത്തെ സ്ത്രീ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഫിഖ്ഹുള്ള, കർമ്മശാസ്ത്രം അറിയുന്ന പണ്ഡിത എന്നുള്ള നിലക്കാണ് ഈ 3ഓളം വിശേഷണങ്ങൾ ഇമാം ദഹബി നൽകിയ വിശേഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ ആയിഷ ബീവിയോളം അറിവുള്ള ഒരു സ്ത്രീയുമില്ല എന്നുള്ളത് ഒരു അച്ചട്ടായ, ഒരു ശക്തമായ, സത്യമായ ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് അവരെ സംബന്ധിച്ച് ധാരാളം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ റിവായത്ത് ചെയ്തു. പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഇത്ര ഹദീസ് റിവായത്ത് ചെയ്ത ആളില്ല. അബൂ ഹുറൈറക്കും അനസ് ബിൻ മാലിക്കിനും താഴെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേര് കാണാം. അൽ മുക്സിറൂൻ, ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്യുന്ന ആളുകൾ. ധാരാളം ഹദീസ് റിവായത്ത് ചെയ്യുന്ന 7 ആൾക്കാരുണ്ട്. ഒന്ന് അബൂ ഹുറൈറ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങി ജാബിർ ഇബ്നു അബ്ദില്ല, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് ഇവരൊക്കെ നമ്മൾ അടുത്ത ഹദീസുകൾ വായിക്കുമ്പോൾ ഇവരുടെ പേരുകളെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിനകത്തുള്ള ഇബാദത്തുകളെ സംബന്ധിച്ച് ലോകത്തെ പരിചയപ്പെടുത്തിയത് ആയിഷ ബീവിയാണ്. നബിയുടെ സ്വഭാവ ഗുണങ്ങൾ, പിന്നെ നബിയോട് നേരത്തെ ചോദിച്ചില്ലേ എങ്ങനെ നബിൻ്റെ സ്വഭാവം, ഏറ്റവും കൂടുതൽ പേരൻ്റെ ഉള്ളിലുള്ള ആൾക്കറിയാം ഒരാളെ സ്വഭാവം എങ്ങനെയാണ്. നാട്ടിൽ നന്നായി നടന്നാൽ പോലെ വീടിനകത്ത് നന്നായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഖിയാറുക്കും അഖ്ലാഖ, നാട്ടിൽ വലിയ പേരും നാട്ടിൽ വലിയ സൽസ്വഭാവിയും ആയിട്ട് കാര്യമില്ല. നാട്ടിൽ അത് വേണം, പക്ഷേ ഒരാൾ ഏറ്റവും വലിയ സൽസ്വഭാവി എന്ന് പറയുന്നത് റസൂലുള്ളാഹി വിശദീകരിച്ചത് എപ്പോഴാണ്? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് നന്നായി പെരുമാറുമ്പോഴാണ്. വീട്ടിലുള്ള പെണ്ണുങ്ങളോടൊക്കെ, ഉമ്മയാവട്ടെ, പെങ്ങളാവട്ടെ, ഭാര്യയാവട്ടെ, മറ്റുള്ള സഹോദരിമാരാവട്ടെ, അവരോടൊക്കെ നന്നായി പെരുമാറാം. അതുപോലെ തന്നെ സഹോദരന്മാരോടും നല്ല സ്വഭാവം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ചെറിയവരോട് കരുണ കാണിക്കാത്തവനും വലിയവരുടെ മഹത്വം തിരിച്ചറിയാത്തവനും നമ്മിൽപ്പെട്ടവനല്ല. ഒരാളുടെ സ്വഭാവത്തെ നന്നാക്കാനുള്ള ടിപ്പ് പറഞ്ഞ റസൂലുള്ളാഹി. നാളെ മീസാനിൽ ഏറ്റവും കൂടുതൽ ഘനമുണ്ടാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അത് ഹുസ്നുൽ ഖുൽഖാൻ. നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ ഘനമുണ്ടാകുന്നത് ഹുസ്നുൽ ഖുൽഖിനാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ എന്ന് ചില മുഹദ്ദിസുകൾ അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞത് കാണാൻ കഴിയും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 2210ഓളം ഹദീസുകൾ ആയിഷ ബീവി മാത്രം തന്നെ റിവായത്ത് ചെയ്തു എന്നാണ് ഇമാം ദഹബിയുടെയൊക്കെ ഭാഷ്യമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. എന്നാലും ഈ ആയിഷ ബീവി മരണപ്പെടുന്ന രംഗം എന്ന് പറഞ്ഞത് നബി മരിച്ചതിന് ശേഷത്തോളം 40 കൊല്ലം, നബി മരിച്ചതിന് ശേഷവും 40 വർഷം നബിയുടെ ഹദീസുകളെ പ്രചരിപ്പിക്കുകയും ആളുകൾക്ക് അറിവുകൾ നൽകുകയും കർമ്മശാസ്ത്രപരമായി മതവിധികൾ പലതും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത്
40 കൊല്ലം അവർ ജീവിച്ചു എന്നാണ്. ഏകദേശം 58-ാമത്തെ വയസ്സിൽ, ചില പണ്ഡിതന്മാർ പറഞ്ഞ 57-ാമത്തെ വയസ്സിൽ ഒരു റമളാൻ മാസത്തിൽ, ഇതുപോലുള്ള ഒരു റമളാൻ മാസത്തിലാണ് ആയിഷ ബീവി മരണപ്പെട്ടത് എന്നാണ്. ഏതായാലും മദീനയിൽ പോകുമ്പോൾ മദീനത്തെ പള്ളിയുടെ അരികത്തുള്ള ജന്നത്തുൽ ബഖീഇൽ, ആ ഖബർസ്ഥാനിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നുവെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അന്ന് ഇവർ മരിച്ചപ്പോൾ ഇവരുടെ മയ്യത്തിന് ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് എന്നെല്ലാം അവരെ സംബന്ധിച്ച് കുറിച്ചു വച്ച വരികളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. അള്ളാഹു അവർക്ക് റഹ്മത്ത് ചൊരിയുമാറാവട്ടെ. ഖുർആനിൻ്റെ ഒരു പ്രായോഗിക രൂപത്തെ സംബന്ധിച്ചാണ് നേരത്തെ പറഞ്ഞ ഹദീസിൽ ആയിഷ ബീവി അവിടെ പറഞ്ഞെടുത്തത്. നബിൻ്റെ സ്വഭാവം എങ്ങനെ ഖുർആനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ്റെ ഒരു പ്രായോഗികമായ രൂപമാണ് തിരുനബി എന്നാണ്. ഖുർആനിൽ പറഞ്ഞ എല്ലാ നന്മകളും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ജീവിതത്തിലുണ്ട്. ഖുർആനിൽ ഒരു മനുഷ്യൻ എടുത്തണിയേണ്ട എല്ലാ സൽസ്വഭാവങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ട്. ഇല്ല എന്നല്ല, അത് കൃത്യമായും വ്യക്തമായും കാണാൻ കഴിയുമെന്നാണ്. ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങളെ പൂർത്തീകരിക്കപ്പെടാനാണ് ഞാൻ നിയോഗിതനായത്. അതിനുവേണ്ടി പൂർത്തീകരിക്കാനാണ് ഞാൻ നിയോഗിച്ചത്. എല്ലാ സദ്ഗുണങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകനിലുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സദ്ഗുണ സമ്പന്നനാണ് എന്നാണ് ഈ ആയിഷ ബീവിയുടെ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. സത്യസന്ധതയാവട്ടെ, കാരുണ്യമാകട്ടെ, വിനയമാകട്ടെ, ലാളിത്യമാകട്ടെ, എല്ലാ കാര്യത്തിലും ക്ഷമയിലാവട്ടെ. ക്ഷമ എന്നൊക്കെ പറഞ്ഞത് അതൊരു സൽസ്വഭാവത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നബിയുടെയൊക്കെ ക്ഷമ എത്രമാത്രം ഉന്നതമായിരുന്നുവെന്നെല്ലാം നബിയുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ്. ഏതായാലും ഈ വളരെ വിശാലമായ അർത്ഥം നിറയുന്നതാണ് വളരെ ചുരുങ്ങിയ ആയിഷ ബീവിയുടെ വരി. കാന ഖുലുഖുഹു അൽ ഖുർആൻ, കാന ഖുലുഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഖുർആന, നബിയുടെ സ്വഭാവം എന്ന് പറയുന്നത് അത് ഖുർആനാണ് എന്ന് ആയിഷ ബീവി അവിടെ പറയുമ്പോഴും എതിരാളികൾ പോലും സമ്മതിച്ചതാണ് നബിയുടെ സ്വഭാവം ശ്രേഷ്ഠമാണെന്ന്. അല്ലേ, സൽസ്വഭാവങ്ങൾ എതിരാളികൾക്ക് പോലും നബിയുടെ സ്വഭാവത്തെ വല്ലാതെ സ്വാധീനമുണ്ടായിരുന്നു. നബിയുടെ സ്വഭാവത്തെ അവർ അംഗീകരിച്ചവരായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളും ഒക്കെ പരിശോധിച്ചാൽ ധാരാളം തെളിവുകൾ നബിയുടെ സ്വഭാവ മഹിമയെ സംബന്ധിച്ച് വായിച്ചെടുക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു സുബ്ഹാനഹു തആല ആ സ്വഭാവങ്ങളൊക്കെ നബിയെ പിൻപറ്റുന്ന നമ്മളിലും അള്ളാഹു അത് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചൊരിക്കൽ ആയിഷ ബീവി പറഞ്ഞു, അള്ളാഹിൻ്റെ മാർഗത്തിൽ സമരം നടത്തുന്ന, ധർമ്മസമരം നടത്തുന്ന, ജിഹാദിന് പോകുന്ന ഘട്ടത്തിലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ അടിച്ചതായി എൻ്റെ അറിവിലില്ല. നബി ഒന്ന് ശകാരിച്ചതായി എൻ്റെ അറിവിലില്ല. ഒരു ഭൃത്യനെ അടിച്ചിട്ടില്ല, ഒരു സ്ത്രീയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചിട്ടില്ല. മറ്റാരെയെങ്കിലും യുദ്ധത്തിലല്ലാതെ അള്ളാഹിൻ്റെ പ്രവാചകൻ അടിക്കുന്നതായി ഉണ്ടായിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞത്. രണ്ട് കാര്യങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യം ചോദിച്ച, രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹി ഏറ്റവും എളുപ്പമായതിനെ തിരഞ്ഞെടുത്ത് നൽകാറുണ്ടായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സ്വഹാബത്ത് മനസ്സിലാക്കിയത്. ആ നബിയുടെ സ്വഭാവം ഏറെ ശ്രേഷ്ഠകരമാണ്. വീട്ടിലുള്ള പണികളിലൊക്കെ റസൂലുള്ളാഹി ഉണ്ടാവും. ചില സ്വഹാബികൾ പറയാണ്, ആയിഷ നബി പത്നിമാർ വിശദീകരിക്കുകയാണ്, വീട്ടിലുള്ള പണികളിൽ പലപ്പോഴും നബി ഞങ്ങളോടൊപ്പം ഉണ്ടാവും, അകത്തുണ്ടാവും. പക്ഷേ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നബിനെ കാണൂല. നമസ്കാര സന്ദർഭമായാൽ നബി എപ്പോഴാണ് ഇറങ്ങിപ്പോയതെന്ന് പോലും ഞങ്ങൾക്ക് അറിയാത്ത വിധം ഞങ്ങളോടൊപ്പം സജീവമായി ആരാധനകളുടെ സമയമാകുമ്പോഴേക്ക് റസൂലുള്ളാഹി അതിലേക്ക് തെന്നിമാറുന്നത് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുമായിരുന്നു എന്നാണ്. അതൊക്കെ നബി അവരോടൊപ്പം ഉണ്ടായിരുന്നു. നബി ചെരുപ്പ് തുന്നാറുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുടി ചീകാറുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം നല്ല സംസാരത്തിൽ ഏർപ്പെടാറുണ്ടായിരുന്നു, അവരെ സഹായിക്കാറുണ്ടായിരുന്നു എന്നെല്ലാം നബിയുടെ ഖുർആനിക സ്വഭാവത്തെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളാണ്. ആ വിശദീകരണങ്ങളിലൂടെ ഒഴുകുക, ആ വിശദീകരണങ്ങളിലൂടെ സഞ്ചരിക്കുക, ആ വിശദീകരണങ്ങളിലൂടെ സ്വഭാവത്തെ നന്നാക്കിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വഭാവത്തെ നന്നാക്കിയവന് സ്വർഗത്തിൻ്റെ ഒരു കോണിൽ ഞാൻ വീട് കിട്ടുന്നത് വരെ അള്ളാഹുവിനോട് വാദിക്കുമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ആ സ്വർഗീയരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മുടെ സ്വഭാവം നന്നാക്കുമാറാവട്ടെ. സ്വഭാവത്തിലെ അപാകതകളും അതിലെ കുറ്റങ്ങളും കുറവുകളും പരിഹരിക്കാനുള്ള അറിവും വിവേകവും ക്ഷമയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.